ഹായ് മക്കളുമാരെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. 1 മണിയായി. അപ്പൊ ഞാനേ ടെറസിൽ പോയിട്ട് കൂർക്ക എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. മോള് വന്നിട്ടുണ്ട്, അവൾക്ക് മെഴുക്ക് വരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വെക്കുന്ന കൂർക്ക മെഴുക്ക് വരട്ടിയാണ്. വെക്കുമ്പോൾ മട്ടൻ പെരട്ടില്ലേ അതേ കോണം ഇരിക്കും. എങ്ങനെയാണെന്ന് കാണാം, വാ. കണ്ട, ഞാനേ കൂർക്ക കഴുകി 2 വെള്ളത്തിൽ കഴുകിയിട്ട് ഇട്ടിരിക്കുന്നതാണ്. കൂർക്ക ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനെ വേവിക്കാം. വേവിക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇത് വാരിയിട്ട് അതിന് ശേഷം തൊട്ടതാ 1/2 ടീസ്പൂണ് മുളക് പൊടി. എരി വേണമെങ്കിൽ ഒരു ഇച്ചിരി കൂടെ കൊടുക്കാം. അത് അവനെൻ്റെ ഇഷ്ടത്തിന്. എനിക്ക് അത്രയും മുളക് ഇത് മതി, എരി മതി. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ ആക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ഈ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കണം. എന്തിനെന്നറിയാവോ? ഇത് വേവാനായിട്ട്. ഓക്കെ, ഇതിനെ നമുക്ക് ഇതിനെ വേവിക്കുവാണേ. ഇതിനെ വേവിച്ചിട്ടാണ് നമ്മൾ മെഴുക്ക് വരട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ എല്ലാം മൂപ്പിക്കാനുള്ളതാണ്. ഇതിനെ ആദ്യം നമ്മൾ ഇടുന്ന ഇതെന്നറിയാമോ? തേങ്ങ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്, അതാണ് അതിന്റെ ടേസ്റ്റ്. ഇതെന്ന് പറയുന്ന ഒരു ഇച്ചിരി വലിയ പീസ് ഇഞ്ചിയാണേ. പിന്നെ ഒരു 8 വെളുത്തുള്ളി കട്ട് ചെയ്തതാണ്. ഇത് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ്. ഒരു പിടി ചെറിയ ഉള്ളി. അപ്പൊ ഇതേപോലാണ് നമ്മൾ ഇത് എടുക്കേണ്ടത്. പിന്നെ കറിവേപ്പില, നമ്മുടെ വറ്റൽമുളക്. എണ്ണ ചൂടായതിനു ശേഷം ആദ്യം നമ്മൾ ഇടുന്നത് ഇതാണ് ഇടാൻ പോവാണ്. സ്വല്പം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണേ. ആ വെള്ള കളറൊക്കെ ഇളക്കി കൊടുക്കണം. അടി കയറി പിടി കരിഞ്ഞു പോയാൽ അതിന്റെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. ഇനി ഇതിനകത്തോട്ട് തന്നെ ഇത്രയായാൽ മതി. കാരണം ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മട്ടൺ പെരട്ടൊക്കെ വെക്കത്തില്ല, ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് എൻ്റെ അമ്മയുടെ അമ്മയില്ലേ, അപ്പൊ പണ്ടൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ അപ്പോഴപ്പോഴായിട്ട് മട്ടൻ കഴിക്കണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അപ്പൊ കുറെ വീട്ടുകാർ കൂടി, ഒരു 7-8 വീട്ടുകാർ കൂടി ഒരു ചെറിയ ആടിനെ മേടിക്കും. ആടിനെ മേടിച്ചിട്ട് ഇത് കിടാത്തെണ്ണ നമ്മുടെ ഇവിടെ പറയുന്നത്, അതിനെയൊക്കെ മേടിച്ചിട്ട് എന്തെന്നറിയാമോ? അതിനെ പങ്കിട്ടെടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് എടുത്തു വെച്ചതിന് ശേഷം ബാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് ഇതിങ്ങനെയൊക്കെ കഴിക്കേണ്ട തോന്നുമ്പോൾ അവരെടുത്തത് കറി വെക്കും. ഇങ്ങനെ പെരട്ട് വെക്കും. അങ്ങനെ അമ്മച്ചി വെക്കുമായിരുന്നു കേട്ടോ. ഇതിന്റെ പാകം, ഈ പാകത്തിന് നമ്മുടെ ഉള്ളി ഇടുന്നതിന് നിർത്താൻ നമ്മുടെ കറിവേപ്പിലയില്ലേ, കറിവേപ്പില. പിന്നെ ഒരു സൈഡിലോട്ട് നീക്കി വെച്ചിട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കണമായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളകില്ലേ, തണുപ്പ് അതുകൂടെ അത് കിടന്നു. ഇതിട്ട് കൊടുത്തു. ഈ ചെറിയുള്ളിയെ നമ്മൾ ചതച്ചിടുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ചതച്ചല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് അതിലൊന്ന് ചതച്ചിരുന്ന ഇടികല്ലിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിരുന്നു. അത് നിങ്ങളെ കാണിച്ചില്ല കേട്ടോ. ഒന്ന് ചതക്കണേ, അതാണ് ടേസ്റ്റ് കേട്ടോ. ഓക്കെ, നമ്മുടെ കൂർക്കയുടെ വെള്ളം പറ്റി കണ്ടാ. കൂർക്കയുടെ വെള്ളം പറ്റിയുണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതിനെ എടുക്കാൻ ചെയ്യണം. നമ്മൾ ആവശ്യത്തിന് മുളക് ഇട്ടിരുന്നു. ഇനി നമുക്ക് ഇത്തിരി മസാല ഇടണം. എനിക്കിവിടെ മസാല പൊടിയായിരിക്കുന്നത്. പെരുംജീരകമൊക്കെ ഉള്ളവർ പ്രത്യേകിച്ചിരിക്കുന്നവരെങ്കിൽ പെരുംജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. എനിക്ക് പെരുംജീരകം ഇല്ല, അപ്പൊ ഞാനിതിനകത്ത് മസാല പൊടിയാണ് ഇടുന്നത്. പെരുംജീരകം ഇടുവാണെങ്കിൽ പെരുംജീരകമൊക്കെ കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ സ്പൂണിന് ഞാൻ 1 സ്പൂണ് മസാലപ്പൊടി ഇച്ചിരി ഉപ്പും കൂടെ ഇടണം. കാരണം നമ്മുടെ ഈ ഉള്ളിക്കും നമ്മൾ ഇതിലിട്ട മസാലകളൊക്കെ ഇല്ലേ, അതിനൊക്കെ ഒരിച്ചിരി ഉപ്പ് വേണ്ടി വരും. അതുകൊണ്ട് നമുക്കൊരിച്ചിരി ഉപ്പ് കൂടെ ഇടാം. അത്ര ഉപ്പ് ഇടുവാണ്. വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർക്കാം. ഇച്ചിരി കൂടെ വേണം. ഇളക്കിയതിന് ശേഷം ഒരു ചെറിയ തീയില് 5 മിനിറ്റ് ഇരിക്കട്ടെ. ഓക്കെ, കൂട്ടിടുവാണേ. 1/2 ടീസ്പൂണേ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുവാണേ. കുരുമുളക് പൊടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെന്താണെന്നറിയാമോ? രമ്പയുടെ ഇലയാണേ. രമ്പയുടെ ഇല ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു കേട്ടോ. അതാണ് ഈ ഒട്ടിപ്പിടിച്ചൊക്കെ പോലെ ഇരിക്കുന്ന പോലെ തോന്നുന്നേ. ഇനി ഒന്ന് ഇളക്കുക. ഒരു 5 മിനിറ്റ് ഇതിനെ അങ്ങനെ അടച്ചിങ്ങനെ അങ്ങ് വെക്കുക കേട്ടോ. ഇതെല്ലാം വെന്ത സാധനങ്ങളാണ്. 5 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം. നമുക്ക് 5 മിനിറ്റ് ആയി. നോക്കാം, നോക്കാം. ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതിനകത്തുള്ള ഈ വെള്ളം ഇതിനകത്തോട്ട് തന്നെ, ഈ ആവിയിലുള്ള വെള്ളം ഇങ്ങനെ ഇതിനകത്ത് തന്നെ ഒഴിക്കാം. അല്ല നമ്മുടെ കയ്യിലൊക്കെ വരും കേട്ടോ. ഈ വേണ്ടതെന്ന് കുറച്ചുകൂടെ ചേർക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ട്.
അടിപൊളി നോക്കട്ടോ അത് സൂപ്പർ. ഓക്കെ, അടിപൊളിയായിട്ടുണ്ടേ. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ചാനൽ ഇതേവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.